എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദോശയാണ്. നല്ല ടേസ്റ്റാണ്, ഒരു അടിപൊളി ദോശ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഒരേ ദോശ തന്നെ കഴിച്ചിട്ട്, സാധാരണ നെയ് റോസ്റ്റ് അതേപോലെ തന്നെ മസാല ദോശ കഴിച്ചിട്ട് മടുത്തിരിക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദോശ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇപ്പോൾ മാഗി ചീസ് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ദോശയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരു പാത്രം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഒരു പാക്കറ്റ് മാഗിയുടെ നൂഡിൽസ് ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. വെന്ത ശേഷം അത് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. എന്നിട്ട് വേറെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അതൊന്ന് ആ പശ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ചെറിയൊരു സവാള അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞത്, വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ അതിൻ്റെ പകുതി ക്യാപ്സിക്കം, ചെറുതാണെങ്കിൽ ഒരു ഫുൾ ക്യാപ്സിക്കം എടുക്കും. അത് മൂന്നും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വേണമെങ്കിൽ ഒരു കുറച്ച് ഉപ്പും കൂടി ആ വെജിറ്റബിളിലേക്ക് ചേർക്കാം. ഞാൻ വെജിറ്റബിളിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ എടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ബാക്കിയുള്ള വെജിറ്റബിളിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാൻ ഒരു പാക്കറ്റ് മാഗിയിൽ കിട്ടുന്ന ആ മസാലയാണ്, ഞാനിതിപ്പോൾ കറിയുടെ മാഗി കറി ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ്, ആ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ചീസിൻ്റെ അളവില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും എടുക്കാം. ഈ ചീസിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാലാണെങ്കിലും ചേർത്താൽ മതി. ഞാൻ ചീസ് ഈ ക്രീമും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മെൽറ്റ് ആയതുകൊണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അടുപ്പത്ത്. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് എടുത്ത് വയ്ക്കുക. ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലതുപോലെ, നല്ലെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കണം. ദോശ കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക്, ദോശയുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ ചട്നിയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ഇനി ഈ ദോശയുടെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിളിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ എടുത്ത് ഇടണം. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് നൂഡിൽസ് ഇടാം. ഈ ഉണ്ടാക്കിയ അളവിൽ വലിയ ദോശയാണെങ്കിൽ 2 ദോശ ഉണ്ടാക്കാം, ചെറിയ ദോശയാണെങ്കിൽ 3 ദോശ ഉണ്ടാക്കാം ഈ നൂഡിൽസ് വെച്ചിട്ട്. നല്ലതുപോലെ ഫില്ലിങ് വേണമെങ്കിൽ വലിയൊരു ദോശയിൽ ഫുൾ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് വരും. അതിപ്പോൾ ഓരോരുത്തർ ഇഷ്ടമുള്ള ഫില്ലിങ് എത്ര വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ആ മെൽറ്റ് ചെയ്ത ചീസും ആ ക്രീമും കൂടി കുറച്ച് ഒഴിക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ചീസും ക്രീമും ഒഴിക്കുന്നുള്ളൂ മുകളിൽ.
ഇനി ആ ദോശേനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്കിങ്ങനെ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ദോശ ഇങ്ങനെ തന്നെ ഒരു വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ മസാലകളും നൂഡിൽസും ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ദോശയുടെ ഓരോ പീസും റോൾ ചെയ്തെടുക്കണം. നല്ല ചൂടാണ് ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചെടുക്കുമ്പോൾ. അപ്പം അങ്ങനെ പേടിയുള്ളവർക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ദോശ എടുത്ത് വെച്ചിട്ട് റോൾ ചെയ്താലും മതി, അല്ലെങ്കിൽ മുഴുവൻ ദോശയും റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നല്ല മുരിഞ്ഞ ദോശയും ആ നൂഡിൽസിൻ്റെ ടേസ്റ്റും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കറക്റ്റ് എന്ത് ടേസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയാണിത്. അങ്ങനെ എല്ലാ ദോശയും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. നല്ല ചൂടാട്ടോ. ഇപ്പോൾ ഞാൻ റോൾ ചെയ്ത ദോശയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ ദോശയുടെ മുകളിലേക്ക് ചീസും ക്രീമും കൂടെ മെൽറ്റ് ചെയ്തത് കുറച്ച് മുകളിൽ കൂടെ ഇടണം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കല്ല, വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ലൊരു മാഗി ചീസ് മസാല ദോശയാണിത്.